ജയചന്ദ്രൻ, അടഞ്ഞുകിടക്കുന്ന വീടുകൾ ബോംബ് നിർമ്മാണത്തിലുള്ള ഹബ്ബായി മാറിയിരിക്കുന്നു, ബോംബ് നിർമ്മാതാക്കളുടെ ഹബ്ബായി മാറിയിരിക്കുന്നു. പറഞ്ഞത് ആ എരിഞ്ഞോളിയിൽ നിവാസിയായ സീനയാണ്. അവർക്കൊരു വാടക വീടുണ്ടായിരുന്നു. അവർക്ക് സ്വന്തമായൊരു വീട് അവർ വാടകയ്ക്ക് കൊടുത്തിരുന്നു. ആ വീട് വാടകയ്ക്ക് താമസിച്ചിരുന്ന ആളുകളും ഈ ബോംബ് കണ്ട് ഭയന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇത് ഇപ്പോഴത്തെ കാര്യമല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. പക്ഷേ ഇപ്പോഴും ബോംബ് നിർമ്മാണം നടക്കുന്നു, സമീപത്തൊക്കെ അത് ഉണ്ട് എന്ന് പറയുന്നു. പുറത്തിറങ്ങാൻ ഭയമാണെന്ന് പറയുന്നു. പറഞ്ഞാൽ ആ വീട് ആക്രമിക്കപ്പെടുമെന്ന് പറയുന്നു. ഇതൊക്കെ താങ്കളും കേട്ടതാണല്ലോ. എന്താണ് പ്രതികരണം? ഞാൻ ഇപ്പം ഇത്തരം കാര്യങ്ങളിൽ മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു തരത്തിലുള്ള ഈ അക്രമ രാഷ്ട്രീയത്തോടും പിന്നെ അടിസ്ഥാനപരമായി തന്നെ നമുക്ക് യോജിക്കാൻ കഴിയില്ല. പക്ഷേ ദൗർഭാഗ്യവശാൽ കണ്ണൂരിൽ എത്രയോ വർഷങ്ങളായി ഈ പിന്നെ രാഷ്ട്രീയ പ്രവർത്തനവും ക്രിമിനൽ പ്രവർത്തനവും കൊണ്ടു നടക്കുന്ന ഒരു രീതിയുണ്ട്. രണ്ടും ഒരുപോലെ കൊണ്ടു നടക്കുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ ഇന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞത് സ്മൃതി തന്നെ ഇപ്പോൾ പറയുകയും അതിൻ്റെ വിഷ്വൽസ് കാണിക്കുകയും ചെയ്തല്ലോ. എന്താണ് അദ്ദേഹത്തിൻ്റെ എല്ലാ റിപ്പോർട്ടറുകൾ ഉൾപ്പെടെ എല്ലാ ചാനലുകളും അദ്ദേഹത്തിൻ്റെ പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ കാണിക്കുന്നുമുണ്ടല്ലോ. ഞങ്ങളാരെയും ബോംബെറിഞ്ഞ് കൊന്നിട്ടില്ല. അതാണ് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പിന്നെ സൂചിപ്പിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞുവല്ലോ. നമ്മുടെ പന്തപ്പാറയിലെ കൊളങ്ങരയത്ത് രാഘവന്റെ കാര്യം അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. ഈ പന്തപ്പാറ എന്ന് പറഞ്ഞാൽ അറിയുമല്ലോ, പിണറായിയിലാണ്. കുളങ്ങരയത്ത് രാഘവനെ ബോംബെറിഞ്ഞ് കൊല്ലുന്നത് കോൺഗ്രസ്സുകാരാണ്. വെറും കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ പോരാ. പിന്നെ 1976 ജൂൺ 7 കേരള രാഷ്ട്രീയത്തിൽ ആദ്യത്തെ ബോംബെറിഞ്ഞുള്ള കൊല നടക്കുന്നത്. 76 ജൂൺ 7 അന്നാണ് ഈ പന്തപ്പാറയിലെ കുളങ്ങരയത്ത് രാഘവനെ ബോംബെറിഞ്ഞ് കൊല്ലുന്നത്. ആരാണ് കൊന്നത്? അദ്ദേഹം കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവായിരുന്നല്ലോ, ഇപ്പോഴും ആണല്ലോ. പിണറായി വിജയനെതിരെ മത്സരിക്കുക കൂടെ ചെയ്തില്ലേ പിന്നെ ധർമ്മടം മണ്ഡലത്തിൽ ഇല്ലേ? അദ്ദേഹത്തിന്റെ പേര് പറയണമെങ്കിൽ ഈ ചർച്ചയിൽ ഇതിനുള്ള ഭാഗത്ത് ഞാൻ പറയാം. എം ജയചന്ദ്രൻ, ഒന്ന് ക്ഷമിക്കണം. ഈ ചരിത്രത്തിലേക്ക് പോയാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കണക്കുണ്ടാവും. ആ കണക്കിൽ ആരാണ് മുന്നിട്ട് നിൽക്കുക എന്ന് നോക്കിയാൽ അതും ബുദ്ധിമുട്ടാകും. ആ കണക്കിനപ്പുറം ഇപ്പോൾ ഒരു 6 വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ 6 വർഷത്തെ കണക്കാണെങ്കിൽ മൊത്തം ബോംബ് നിർമ്മാണത്തിനിടയിൽ മരിച്ചവരുടെ എണ്ണം 32ആണ്, പരിക്കേറ്റവരുടെ എണ്ണം 89ആണ്. 6 വർഷത്തെ കണക്കാണ്. അപ്പോൾ വലിയ കണക്കുകളിലേക്ക് പിന്നാക്കം പോകുന്നതിന് പകരം ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കിടയിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടായത് തൊട്ട് നോക്കിയാൽ മതി. ബോംബ് നിർമ്മാണത്തിനിടെ കൈയറ്റവർ, കൈക്ക് പരിക്കേറ്റവരൊക്കെ എത്രയുണ്ടെന്ന് അറിയാമോ? കുട്ടികൾ കളിക്കുന്നതിനിടയിൽ ബോംബ് പൊട്ടുന്നു. ഈ തേങ്ങ പെറുക്കാൻ പോകുന്നവർക്ക് പരിക്കേൽക്കുന്നു. ഇപ്പോൾ ഒരു വയോധികൻ മരിച്ചതുകൊണ്ടാണ് ഈ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. പാനൂരും നമ്മൾ ആ നിലയ്ക്ക് ചർച്ച ചെയ്തതാണ്. അപ്പോൾ മുഖം നോക്കാതെ നടപടി എന്ന് പറയുന്ന മുഖ്യമന്ത്രി അന്ന് മുഖം നോക്കാതെ നടപടി എടുക്കുന്നതിന് പകരം പറഞ്ഞ പ്രതികരണം നമ്മളെ മുന്നിലുണ്ട്. ബോംബ് പൊട്ടി ഒരാൾ മരിക്കുന്നു, അവിടെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ആളെ പിടികൂടി കഴിഞ്ഞപ്പോൾ പറഞ്ഞ അവർ രക്ഷാപ്രവർത്തനത്തിന് വന്നത്, സന്നദ്ധ പ്രവർത്തനത്തിന് വന്നതെന്നാണ്. ബോംബ് നിർമ്മാണം സന്നദ്ധ പ്രവർത്തനമാകുന്നു എന്ന രീതിയിലാണ് അന്ന് പ്രതികരണം വന്നത്. അപ്പോൾ എവിടെയാണ് നടപടിയെടുക്കുന്നത്? അല്ല, ഇത് പിന്നെ എനിക്ക് മാത്രം ബാധകമാക്കാതിരുന്നാൽ മതി സ്മൃതി. അത്രേ ഉള്ളൂ എൻ്റെ ഒരു സജഷൻ വെക്കാനുള്ളത്. കാരണം 37 മിനിറ്റാണ് ഇന്ന് രാവിലെ സണ്ണി ജോസഫിന്റെ അടിയന്തര പ്രമേയം അവതരണാനുമതി തേടിക്കൊണ്ടുള്ള നടപടികൾ അടക്കം മുഖ്യമന്ത്രിയുടെ മറുപടിയും പ്രതിപക്ഷ നേതാവിന്റെ മറുപടിയും പിന്നെ ആൾക്കാരുടെ കക്ഷി നേതാക്കളുടെ ഇറങ്ങിപ്പോക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ചെലവഴിക്കേണ്ടി വന്നത് 37 മിനിറ്റാണ്. ആ 37 മിനിറ്റിൽ സ്പീക്കർ ഷംസീറിന് ഒന്നിലധികം പ്രാവശ്യം സണ്ണി ജോസഫിനോട് പറയേണ്ടി വന്നു, നിങ്ങൾ പഴയ കാര്യങ്ങൾ പറയാനാണെന്നുകൊണ്ട് എല്ലാവർക്കും പറയാനുണ്ടാവും. അതുകൊണ്ട് അടിയന്തര പ്രമേയം എന്ന് പറയുന്നത് നിലവിലുള്ള പ്രശ്നങ്ങളാണല്ലോ പറയേണ്ടത്, അത് പറയൂ എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ട് ആര് കേൾക്കാനാണ്? അപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് ഇത് പിന്നെ ഈ ചെറിയ കാര്യമല്ല വലിയ കാര്യം ഒരു 1.5 മിനിറ്റിനുള്ളിൽ അവതരിപ്പിക്കേണ്ടി വന്നത്. ഞാനത് എടുത്തു പറഞ്ഞു എന്ന് മാത്രം. പറയണ്ടെങ്കിൽ വേണ്ടെന്നേ, എനിക്ക് അതിനോട് യോജിപ്പാണുള്ളത്. ആരും അത് പറയാതിരിക്കണമെന്നുള്ളത് ഞാൻ പറയൂ. അതല്ലാതെ അന്നവിടെ നടന്നു എന്ന് പറഞ്ഞാൽ എന്നോട് ഒരു അഭിപ്രായം ചോദിക്കുമ്പോൾ ഞാനത് പറയാൻ ബാധ്യസ്ഥനാകും എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ ഓക്കെ, അത് പിന്നെ ഇതിപ്പോ അവിടെ പാർട്ടി ഗ്രാമമാണ് എന്ന് ഒരു ഘട്ടത്തിൽ പറയുന്നു. അത് കഴിഞ്ഞ് പറയുന്നു പിന്നെ അവിടെ കോൺഗ്രസ്സുകാരും ഉണ്ട്. കാരണം സംഭവിക്കുന്നതാരാ? മോഹൻദാസിന്റെ വീട്ടിലാണ് സംഭവിക്കുന്നത്. അദ്ദേഹം മരിച്ചുപോയി. പഴയ കോൺഗ്രസിന്റെ തുടക്കകാലത്ത് തന്നെ നേതൃസ്ഥാനത്തേക്ക് വന്ന ആളാണ്, പിന്നീട് നിർജീവമായി പോയ ആളുമാണ്, അറിയുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലാണ്.
കോൺഗ്രസ്സുകാരുടെ വീട്, പ്രത്യേകിച്ച് മോഹൻദാസിനെ പോലുള്ള ഒരാളില് ഉണ്ടായിരുന്ന വീട്, അത് പാർട്ടി ഗ്രാമമാണോ? ജില്ലിന് അറിയാത്ത കാര്യമൊന്നുമല്ല, സുമതിക്കും അറിയാത്ത കാര്യം. പാർട്ടി ഗ്രാമത്തിൽ കോൺഗ്രസ്സുകാർ താമസിക്കില്ല എന്നാണോ? അങ്ങനെയാണ് അതിന്റെ അർത്ഥം? അങ്ങനെയാണ് താങ്കൾ അതിനെ മനസ്സിലാക്കിയിരിക്കുന്നത്? ഒരു ഗ്രാമത്തിൽ മുഴുവൻ CPM-കാർ. എന്ത് നെറേറ്റീവാണ് താങ്കൾ ഇപ്പോൾ ഈ സീന പറഞ്ഞ ഒരു പ്രതികരണത്തിലുള്ള മറുപടി നൽകൂ താങ്കൾ. സീന എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ പ്രതികരിച്ച ഒരു ആളായിട്ട് താങ്കൾക്ക് തോന്നിയോ? ആ നാട്ടുകാർ പ്രതികരിച്ചാണോ? അതിലേക്കാണല്ലോ വരുന്നത്. അതിലേക്കാണ് ആദ്യം വരേണ്ടത്. ഏതാണ് സീന എന്ന് പറഞ്ഞ അവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം, ഭയത്തോടെ ജീവിക്കാൻ പറ്റില്ല. ഇതിനെ പറ്റി പരാതി പറഞ്ഞാൽ ആ സ്ത്രീയെ അവരുടെ അമ്മ ഇടയ്ക്കിടയ്ക്ക് തടസ്സപ്പെടുത്താൻ നോക്കുന്നുണ്ട്, പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇനിയെങ്കിലും പറയണ്ടേ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. പറയാതെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതിനെ എങ്ങനെ കാണുന്നു ശ്രീ ജയചന്ദ്രൻ? അതെ, അവർ പറഞ്ഞതിനെ പൂർണ്ണമായും മുഖവിലയ്ക്ക് തന്നെ ഞാൻ എടുക്കുന്നു. അവർ പറഞ്ഞതിന്, ഞങ്ങൾക്ക് ജീവിക്കണം എന്ന് പറഞ്ഞതിനെ. പക്ഷേ പ്രശ്നം ഇതാണ്, വി ഡി സതീശൻ നിയമസഭയിൽ നിന്ന് പറഞ്ഞല്ലോ, പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞല്ലോ, ഇത് പാർട്ടിക്കാർ തമ്മിലുള്ള ഇത് രാഷ്ട്രീയ എതിരാളികൾ തമ്മിലുള്ള പ്രശ്നമല്ല, CPM-ന്റെ അകത്ത് തന്നെ പിന്നെ വിഭാഗീയതയുടെ ഭാഗമായിട്ടാണെന്ന് നിയമസഭയിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. സ്മൃതി അത് കോട്ട് ചെയ്യുകയും ചെയ്തു. അപ്പൊ അതടക്കമുള്ള കാര്യങ്ങൾ എന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്, അതാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞ വിശദമായി അന്വേഷിക്കും, നടപടിയെടുക്കേണ്ടത് ഏതൊക്കെ തരത്തിലാണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ കാര്യങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് പോകാതിരിക്കുകയാണ് ഞാൻ. കാരണം ഈ സീന പറഞ്ഞതാണല്ലോ സ്മൃതി ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ആ വീട്ടമ്മ പറഞ്ഞത് പരിപൂർണമായും നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ അതിനേതായാലും ഉൾക്കൊള്ളുന്നു. അവർക്ക് അവിടെ ജീവിക്കണം എന്ന് പറഞ്ഞത് ചെറിയ കാര്യമല്ല. ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ അവിടെ ചിലപ്പോഴെങ്കിലും ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണല്ലോ അവർ നമ്മളെ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചത്. നിങ്ങളുമൊക്കെ മനുഷ്യരല്ലേ എന്നവർ ചോദിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകരോട്. അപ്പൊ അവരത് ആഗ്രഹിക്കുന്നതും പറയാൻ പിന്നെ താല്പര്യപ്പെടുന്നതും ആ മേഖലയിൽ, എരഞ്ഞോളി ആ മേഖലയിൽ അത്തരം ചില പ്രവൃത്തികൾ ഉണ്ട് എന്നും അത് ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത കേസാണെന്നും അതുകൊണ്ട് ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആ കേസ് ഇവിടുന്ന് അവസാനിപ്പിക്കാനായി എല്ലാവരും ഏകോപിതമായി പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് ആ വീട്ടമ്മ പറയുന്നത്. അതിനോട് എനിക്ക് പരിപൂർണമായ യോജിപ്പാണുള്ളത്. ശരി. N. ഹരിദാസ് BJP-യുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. Debate with Smriti Parittikad.